ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു. അതായത് ഇന്നലത്തെ സ്വീറ്റ്സ് ബാക്കി ബോക്സ് ഇന്ന് കുമാർ കഫേൻ്റെ അവിടെ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. 100-150 കൂടുതൽ ബോക്സുകൾ അറേഞ്ച് ചെയ്തിട്ട് 40 പേരെന്തോ ആണ് ഇന്നലെ പങ്കെടുത്തത്. അപ്പോൾ ഇവർ സാധാരണ നമ്മൾ എന്തെങ്കിലും പ്രതിഷേധമോ സമരമോ എന്തെങ്കിലും കൂടുകയാണ് വെച്ചാൽ 10, 30 ആളോ 40 ആളോ 50 ആളോ ഇനി വന്നോ പറഞ്ഞാൽ ഇവർ എപ്പോഴും പറയാവുന്ന ഒരു രീതിയുണ്ട്. 50 ആൾക്കേ ഉള്ളൂ പ്രശ്നം. ബാക്കിയുള്ള 2000, 3000 രണ്ട് സോണിലായിട്ട് 10, 3000 പേര് ഓടുന്നതിൽ 50 പേർക്കേ ഉള്ളൂ പ്രശ്നം. ബാക്കി 2950 പേരും കമ്പനിക്ക് അനുകൂലമാണ് എന്നാണ് ഇവരെല്ലായ്പ്പോഴും ഈ കഴിച്ച സമര സമയത്തും ഈ കമ്പനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. നമ്മൾ ഈ കൂടിയ ആളുടെ 50, 30 ആളുടെ എണ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്കെതിരാണ് എന്നാണ് ഇവർ പറയാറുണ്ട്. അപ്പോൾ ഇവരിന്നലെ ഓണാഘോഷ പരിപാടി നടത്തിയിട്ട് 5 ടീം ലീഡർമാർ, പിന്നെ കമ്പനിയിലെ പ്രധാനപ്പെട്ട 2-3-4 പ്രതിനിധികൾ, ജില്ലയിൽ ചാർജുള്ള അങ്ങനെ 8-10 പേര് സംഘടിപ്പിച്ച പരിപാടിയിൽ 40 പേരെ ഇവർ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഇവരുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ 3000 പേരിൽ 2960 പേരും ഇവർക്ക് എതിരായിരിക്കുമല്ലോ. അതല്ലേ എൻ്റെ സത്യം. 40 പേരാണ് ഇവർ പങ്കെടുത്തത്. ഇവർ ഇത്രയും കൂട്ടിയിട്ട് 10-40 പേരിൽ താഴെയാണ് പങ്കെടുത്തത്. ആ 40 പേരിൽ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവർക്കെതിരാണെന്നല്ലേ ഇവരുടെ നമ്മുടെ അവകാശവാദമല്ല, ഇവരുടെ രീതി തന്നെ. ഇവർ പറയുന്നത് നമ്മളെ കട കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ട അത് വ്യാഖ്യാനിക്കണമെങ്കിൽ. ഈ ഓണാഘോഷ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്നു, നമ്മളതിനെ എതിർപ്പ് ആരും പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളാരോടും നമ്മളത് ബഹിഷ്കരിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഉന്നയിച്ചിട്ട് ഇത്രയും ഒരു പ്രശ്നം പോലും ഇവർ തിരിഞ്ഞു നോക്കാതെ വീണ്ടും 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 ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഈ നെറികെട്ട മാനേജ്മെൻറ്റ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവർ മാന്യതയുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവർ വന്നതിന് ശേഷമാണ്, ഇവരിവിടെ പുതിയ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ തിരുവനന്തപുരത്ത് ഇത്രയ്ക്കും മോശമായ സൊമാറ്റോനെ അതപ്പതിപ്പിച്ച ഒരു സമയം ഇത് വേറെ ഉണ്ടായിരുന്നിട്ടില്ല. നിങ്ങൾ 4-5 വർഷം ഓടിയവരോട് ആരെടുത്ത് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളി. ഈ 2-3 വ്യക്തികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ മുഖമൊന്നും ആർക്കും അറിയില്ല. ഇവരുടെ മുഖമൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ഈ ഓണത്തോടു കൂടി ഇവരുടെ മുഖം ഈ കേരളത്തിലെ മൊത്തം എല്ലാ റെസ്റ്റോറൻറ്റ് മുന്നിലും ഇവരുടെ മുഖങ്ങൾ ഉണ്ടാവും. എല്ലാ ജില്ലകളിലും ഇവരാരൊക്കെയാണ്, ഇവരെന്താണ് ഇവർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് സകലതും കൃത്യമായിട്ട് ഇവരെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇവർ ചെയ്തോട്ടെ. നമ്മളത് കാണിച്ചു കൊടുക്കും. കാരണം ഇവർ ആ ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇത്രയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഓർഡർ കുറയാനും കാരണം, ഇത്ര റൈഡർമാർ കുറഞ്ഞ് ഇത്രയും അവസ്ഥ ഇതുപോലെ ഈ സൊമാറ്റിനെ അതപ്പതിപ്പിച്ച ഒരു സമയം ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ ഓർഡറൊക്കെ കുറയും, അതൊക്കെ ശരിയാണ്, അതൊക്കെ റിക്കവറായി വരികയും ചെയ്യും. ഇപ്രാവശ്യം എന്താ അത് വന്നിട്ടില്ല? ഇവരുടെ ഭരണപരിഷ്കാരം അത് സ്വയം അവർ ചെയ്ത് ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ നമ്മുടെ തലയിൽ കൊണ്ട് അടിക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീം ലീഡർമാർ നമ്മൾ കുറ്റമൊന്നും പറയില്ല. കാരണം അവർക്ക് അതിൻ്റെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മളുടെ ഫീഡ്ബാക്കുകൾ അവിടെ അറിയിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ നമുക്ക് അവരോടുള്ളൂ. നമ്മുടെ യഥാർത്ഥ ഫീഡ്ബാക്ക് അറിയിക്കാനാണ് അവരിവിടേക്ക് ഗ്രൗണ്ടിൽ വിടുന്നത്. അവരത് യഥാർത്ഥത്തിൽ അറിയിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യമൊക്കെ അറിയിക്കുന്നില്ല. ഇപ്പോഴെന്താണെന്നുള്ളത് നമുക്കറിയില്ല കൃത്യമായിട്ട്. ആ ഒരു അഭിപ്രായത്തിൽ അവർ വിചാരിച്ച് നമുക്ക് ചെയ്തു തരണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവരത് പറയാനും പറ്റില്ല, അവർക്ക് ചെയ്യാനും കഴിയില്ല. അത് വേറൊരു ഭാഗം. വേറെയും കുറച്ചുണ്ടല്ലോ. 3-4-5 വ്യക്തികൾ. ഈ വ്യക്തികളിനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. എല്ലാവരും കാണട്ടെ. എല്ലാ റൈഡർമാർ തിരുവനന്തപുരത്തെ അല്ല, എല്ലാ ജില്ലകളിലുള്ള റൈഡർമാരും പിന്നെ കാണട്ടെ. ഇവർ കാണട്ടെ. ഇവരെല്ലാ റെസ്റ്റോറൻറ്റ് മുന്നിൽ ഇവരുടെ പടങ്ങൾ പതിച്ച പോസ്റ്റുകൾ ഉയർത്തു. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വരും. കാരണം ഇതുപോലെ അതപ്പതിപ്പിച്ച ആൾക്കാരാണ് ഇവർ. ഇവർക്ക് ചിലപ്പോൾ നേട്ടങ്ങൾ കിട്ടുമായിരിക്കാം, പക്ഷെ 1000-10,000 ആൾക്കാരുടെ വയറ്റത്തടിച്ചല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യും. നമ്മളത് ഇവരുടെ വിചാരം ഈ സമരത്തോടു കൂടി അവസാനിപ്പിച്ചൊന്നാണ്. ഇല്ല, ഇവർക്കുള്ള കച്ച മുറുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മുറുകും. ഒരു ദിവസം അത് എവിടെയെങ്കിലും അത് പൊട്ടും. അപ്പോൾ അവർക്ക് അറിയും അത് എവിടെയാണ് പൊട്ടണം എന്നുള്ളത്. അവർക്ക് നന്നായി ഇവർ ഗ്രൂപ്പ് നോക്കിക്കൊണ്ടിരുന്നോട്ടെ. നമ്മുടെ ഈ ഗ്രൂപ്പ് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അത് അവർ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ഇന്നലത്തെ 10-200 ബോക്സ് സീറ്റ് ബോക്സ് വെച്ചിട്ട് 10-40 കൊടുത്ത് 160ഓളം ബാഗ്സിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കൊടുത്തോട്ടെ, കാര്യമൊന്നുമില്ല. അതായത് കിട്ടുന്നവരൊക്കെ വാങ്ങിക്കോളൂ. അതിൻ്റെ അല്ല ഞാൻ പറഞ്ഞു. ഇവരുടെ രീതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ 10-15 പേര് അത്രയും ആഞ്ഞു പിടിച്ചിട്ട് 40 പേരിൽ കൂടുതൽ പോലും ഇവരെ കൊണ്ട് പോലും പങ്കെടുപ്പിക്കുക. ഒരു ടീം ലീഡർ 10 പേരെ 20 പേരെ വെച്ച് കൂടിക്കുക, 100 പേര് വരണം. അതുപോലെ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയൊക്കെ ഇവർക്ക് എതിരാണ് എന്നാണ് ഇവരുടെ രീതിയിൽ നമ്മളെടുത്താൽ അത് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടത് വരുന്നത്. നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെയാണ്.